പിണറായി വിജയ പറയടോ, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തെ താൻ 18 ദിവസം ജയിലിലിട്ടു? എന്തിന്? എന്താ ആവശ്യം? ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്താണ്? അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടക്കാം. അതിനു മുമ്പ് ഈ വാർത്ത എങ്ങനെയൊക്കെയാണ് നമ്മുടെ പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇത് മലയാള മനോരമയുടെ 10ാം പേജിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. 3ാം പീഡന കേസിൽ രാഹുലിന് ജാമ്യം. അങ്ങനെയാണ് തലക്കെട്ട്. 3ാം പീഡന കേസിൽ രാഹുലിന് ജാമ്യം. പരാതിക്കാരിക്കും പോലീസിനും വിമർശനം. ശ്രദ്ധിക്കണേ, പരാതിക്കാരിക്കും, അതിജീവിതയല്ല കേട്ടോ, അതിജീവിതകളുടെ പേരൊക്കെ നമ്മൾ മാറ്റി. പരാതിക്കാരിക്കും പോലീസിനും വിമർശനം. ആരാ വിമർശിക്കുന്നത്? കോടതി. ആ വാർത്ത ഇങ്ങനെയാണ്: ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. രാഹുലിനെതിരായ 3ാമത്തെ പീഡന കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 3ാമത്തെ കേസിൽ പരാതി നൽകാൻ വൈകിയെന്നും അറസ്റ്റിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും കോടതി വിധിയിലുണ്ട്. പരാതി നൽകാൻ വൈകി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പരാതിക്കാരി എന്തിന് 1.5 വർഷം കാത്തിരുന്നു ചോദിക്കുന്നത് കോടതിയാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും പിണറായി വിജയൻ ഒരു തരത്തിലും പിണറായി വിജയന്റെ പാർട്ടിയും ജയിക്കില്ലെന്ന് ബോധ്യം വരികയും ചെയ്തപ്പോൾ എതിർ പാർട്ടിക്കാരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങാൻ 1.5 വർഷം കാത്തിരുന്ന പരാതിക്കാരി ഇതെന്ത് പരാതിയാണോ എന്ന് കോടതി ചോദിക്കുകയാണ്. മറ്റൊന്നെന്താണ്? പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അർദ്ധരാത്രിയാണ്, കഴിഞ്ഞ 11ാം തീയതി അർദ്ധരാത്രിയാണ് രാഹുൽ മാങ്കൂട്ടം ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഹോട്ടലിൽ കടന്നു കയറിയിട്ട് വാതിൽ തട്ടി വിളിക്കുന്നു. അങ്ങനെ രാഹുൽ ആ രാത്രി 12:30-1 മണി സമയത്ത് രാഹുലിനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. 18 ദിവസം ജയിലിലിട്ടു. കോടതി ചോദിക്കുന്നു, എന്തിന്? ഇതൊക്കെ ചെയ്യേണ്ടതാണോ? പോലീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്തിനിങ്ങനെ ചെയ്തു? കാരണം രാഹുൽ മാങ്കൂട്ടം ആദ്യത്തെ കേസിൽ കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന വിധി പ്രഖ്യാപിച്ചു. 2ാമത്തെ കേസിൽ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു. അങ്ങനെയുള്ള ഒരു MLA, മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ട ഒരു MLA എന്തിന് 3ാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു? വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മൊഴിയെടുക്കണമെങ്കിൽ, ചോദ്യം ചെയ്യണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ രാഹുൽ മാങ്കൂട്ടം വരില്ലേ? എന്തിന് അർദ്ധരാത്രി പോയി ഈ നാടകം കളിച്ചു എന്ന് കോടതി ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പോലീസുകാർക്കെതിരെ പൂങ്കുഴലിയെ പൂട്ടാം. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം റിട്ടയർഡ് SP ആയ ജോർജ് ജോസഫ് പറയുകയുണ്ടായി, ഭരണഘടനയിലെ 226-ാം ആർട്ടിക്കിൾ, ഭരണഘടനയുടെ 226-ാം ആർട്ടിക്കിൾ നൽകുന്ന ഒരു നമുക്കൊക്കെയുള്ളൊരു അവകാശമുണ്ട്. നമുക്കെതിരെ അന്യായമായ കേസ് കൊടുത്താൽ, നമ്മളെ കരുതി കൂട്ടി കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്കെതിരെ കള്ള പരാതി കൊടുത്താൽ, കള്ള പരാതി കൊടുക്കുന്നവരെ പൂട്ടാൻ ഭരണഘടന നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ്, ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ഭരണഘടനയിലെ 226-ാം വകുപ്പ്. അതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം, ഞാൻ മനസ്സിലാക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ കള്ള പരാതി കൊടുത്ത എല്ലാ അതിജീവിതമാർക്കെതിരെയുമല്ല, എല്ലാ പരാതിക്കാരികൾക്ക് എതിരെയും രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതി ഇവരെല്ലാം പൂട്ടും. ഇതിനൊക്കെ നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ പൂട്ടും. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന റിപ്പോർട്ടർ TV, പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മറ്റ് മാധ്യമങ്ങൾ, ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോടതി പറയുന്നത്. അടുത്തത്, കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കോടതി ചോദിക്കുക, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കക്ഷി MLA പുറത്തിറങ്ങിയാൽ തങ്ങളുടെ കക്ഷിയെ സ്വാധീനിക്കും, തങ്ങളുടെ കക്ഷിയെ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെയാണ്. കക്ഷി എവിടെയാണ്? കക്ഷി കാനഡയിലാണ്. ഇവിടെ ജാമ്യത്തിൽ ഇറങ്ങുന്ന കക്ഷി കാനഡയിലുള്ള ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണോ? വേറൊന്നും ഈ സ്ത്രീ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാന്നേ. ഇങ്ങനെ സ്ത്രീ ഉണ്ടോ എന്ന് പോലെ ഈ പോലീസുകാർക്ക് അറിയില്ല. ഇവര് മൊഴി നൽകിയിട്ടില്ല, ഇവരുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല. എന്നിട്ടാണ് ഈ MLAയെ അറസ്റ്റ് ചെയ്ത് 18 ദിവസം തടങ്കലിലിട്ടത്. രാഹുൽ ഇതിനൊക്കെ മറുപടി പറയുകയും കേട്ടോ. എന്തിന്? ഇതിപ്പോ ജനങ്ങളാകെ ചോദിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിലെ രാഹുലിന്റെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമല്ല കേട്ടോ, കേരളം മുഴുവൻ ചോദിക്കുന്നു, പിണറായി വിജയ പറയടോ, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തെ താൻ 18 ദിവസം ജയിലിലിട്ടു? എന്തിന്? എന്താ ആവശ്യം? തനിക്ക് ജയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. കോടതിയും ചോദിക്കുകയാണ്, എന്തിന് പോലീസേ എന്തിന്? ഇത് നിയമപ്രകാരമാണോ എന്ന് കോടതിയും ചോദിക്കുന്നു.
ബന്ധം പരസ്പര സമ്മതത്തോടെ എന്ന് തെളിയിക്കാൻ പ്രതിഭാഗം ശബ്ദരേഖ ഹാജരാക്കിയിരുന്നു. ബന്ധം പരസ്പര സമ്മതത്തോടെയാണ് എന്നത് കോടതി അംഗീകരിച്ചു. യുവതിയുടെ മാത്രം ശബ്ദമുള്ള പെൻഡ്രൈവാണ് ഹാജരാക്കിയത്. ആരുടെയും സമ്മർദ്ദമില്ലാത്ത രീതിയിലാണ് യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നത് എന്ന് നിരീക്ഷിച്ചു കോടതി. ഈ പെൺകുട്ടി ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് രാഹുലുമായി നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധം എന്താ പറയാ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. വിവാഹിതർക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുമെന്ന് പരാമർശിക്കുന്ന വിധിയിൽ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ പീഡനത്തിന് ശേഷം പരാതി നൽകാൻ വൈകിയെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ എണ്ണി കോടതി പോലീസിനെ വിമർശിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തിന് ഈ അനീതി ചെയ്തു എന്ന് കോടതി ചോദിക്കുകയാണ് കേട്ടോ. പോലീസിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനായി പുറത്തിറങ്ങാൻ പോകുകയാണ്. അതാണ് ഇന്നത്തെ പത്രങ്ങളിലുള്ളത്. മലയാള മനോരമ ഇങ്ങനെ കൊടുക്കുന്നു. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെയാണ് വാർത്ത കേട്ടോ. മാതൃഭൂമി പക്ഷേ കേസിന്റെ ഈ ജഡ്ജിയുടെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും മാതൃഭൂമി പറയുന്നില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം, ജയിലിൽ നിന്നിറങ്ങി എന്ന തരത്തിൽ വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള വാർത്ത മാത്രമാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തത്. കേരളകൗമുദി വളരെ വിശദമായിട്ട് വളരെ വിശദമായി 7-ാം പേജില് ഒരു 4-5 കോളം തലക്കെട്ടിലാണ് ഈ വാർത്ത വീശിക്കൊടുത്തത്. ഇതാ മൂന്നാം കേസിൽ രാഹുലിന് ജാമ്യം, ജയിൽ മോചിതനായി. ഇതിലെ ഈ കൊച്ചി ഹൈക്കോടതിയുടെ വാർത്ത, കൊച്ചി ഡേറ്റിലെ വാർത്ത ഇങ്ങനെയാണ്: ഉഭയസമ്മതമുണ്ടെങ്കിലും ബലപ്രയോഗം ഗൗരവകരമെന്ന് കോടതി പറയുന്നു. ഉഭയസമ്മത പ്രകാരമാണ് എങ്കിലും ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്. പക്ഷെ ബലപ്രയോഗം നടന്നു എന്നെങ്ങനെ തെളിയിക്കും? ബലപ്രയോഗം നടന്നിരുന്നുവെങ്കിൽ ഈ യുവതി പിന്നെയും 2 ദിവസം രാഹുലിന്റെ കൂടെ പോയി താമസിക്കുമോ? വളരെ ന്യായമായ ചോദ്യമാണ്. ബലപ്രയോഗം നടന്നുവെങ്കിൽ അത് ഗുരുതരമാണ്. ബലപ്രയോഗം നടക്കാൻ പാടില്ല. പക്ഷെ ബലപ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ബലപ്രയോഗം നടത്തുകയാണ്, ബലപ്രയോഗം നടത്തി ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ യുവാവിന്റെ കൂടെ 2 ദിവസം പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയൊക്കെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ തങ്ങളെ ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ, ഇവരൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രണയിച്ചിരുന്നവരാണ്. ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ഇവരിൽ 2 പേർ വിവാഹിതകളാണ്. അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഈ 2 വിവാഹിതകളെ, മറ്റൊരു സ്ത്രീയെ പരസ്പര സമ്മതത്തോടെ ഇവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ ഏത് കോടതിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റക്കാരനായി വിധിക്കാൻ പറ്റും? ഒരു കോടതിക്കും പറ്റില്ല. ഒരു പോലീസിനും കേസെടുക്കാൻ പറ്റില്ല. ഒരു പത്രക്കാരനും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പിണറായി വിജയനും ഒരു പി ശശിക്കും ഇതിനെതിരെ കള്ളപ്പരാതിക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് നിയമവിധേയമാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തപ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യമുണ്ടല്ലോ, താൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കെതിരായ ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്ന് ചങ്കുറപ്പോടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കെതിരായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾക്ക് ഈ ജയിലിലിട്ട് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കരുത്തോടെ പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം അറിയാലോ, രാഹുൽ മാങ്കൂട്ടത്തെ തേടി പത്രപ്രവർത്തകരും വരിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴേ നാട്ടുകാരാണ് തടഞ്ഞത്. നാട്ടുകാർ പറഞ്ഞു, ഇനിയും നിങ്ങളുടെ കള്ളത്തരം ചെലവാകില്ല, അങ്ങോട്ട് കടക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞു ഓടിപ്പിച്ചു എല്ലാ പത്രക്കാരെയും. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നാട്ടുകാരാണ്. ഈ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിക്കാരില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിക്കാർ ഒരു വലിയ വിഭാഗമില്ല. എതിരായിട്ട് പിണറായി വിജയന്റെ എല്ലാ അടിമക്കമ്മികളും ഉണ്ട്. CPM-കാരുണ്ട്, BJP-കാരുണ്ട്. ഇവിടത്തെ പോലീസുകാർ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. ഇവിടത്തെ ഈ ചാനലുകൾ, പഴയ പരമ്പരാഗത ചാനലുകൾ, പത്രങ്ങൾ 99% രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് ഇവിടത്തെ ബോധവും വിവരവുമുള്ള ജനങ്ങളാണ്. പിന്നെ യൂട്യൂബ് ചാനലുകളാണ്, സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകൾ ഭൂരിഭാഗവും അവർ സത്യം പറയുന്നു. അവർ പറയുന്ന സത്യമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോഴിതാ കോടതിയും പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല.